നവജിത്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇയാള് ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആർ. പക്ഷേ നാട്ടുകാർക്കൊന്നും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇല്ല. എന്താണ് ഇത്തരത്തിൽ അച്ഛനെയും അമ്മയെയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ക്രൂരവും മൃഗീയവുമായി വെട്ടി പരിക്കേൽപ്പിക്കാൻ നവജിത്തിനെ പ്രകോപിപ്പിച്ചത് എന്താണെന്നറിയത്തില്ല. കൂടുതൽ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാവുകയുള്ളൂ. നല്ല സഹകരണമുള്ളവരൊക്കെയാണ്. നല്ല ബിസിനസ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് 2-4 മാസമായതല്ലേ പയ്യന്റെ കല്യാണം കഴിയുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല സഹകരണ കാര്യങ്ങളും. പിന്നെ പയ്യനോട്ട് നമുക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പുറത്തോട്ട് അടുത്ത ബന്ധമൊന്നുമില്ല. നമ്മൾ കാണുന്ന സമയത്ത് വെളിയിൽ നിന്ന് നോക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചുകൂടെ കിടക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ഡോറ് തുറന്ന് അകത്ത് ചെന്ന് ഈ ബോഡി ചേട്ടനെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുന്ന ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് വികൃതമാക്കി കളഞ്ഞു. നവജിത്ത് വിവാഹിതനാണ്. ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ്. ഇവർ അവരുടെ വീട്ടിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നവജിത്ത് സ്ഥിരം ഇത്തരത്തിൽ ഒരുപക്ഷെ പണത്തിൻ്റെയൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കം കൂടിയായിരിക്കാം ഇത്തരത്തിൽ അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള കാരണം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.